നമസ്തേ, ജനഡിബേറ്റിലേക്ക് സ്വാഗതം. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി 5 പതിറ്റാണ്ടോളം പണിയെടുക്കുകയും ഒടുവിൽ സ്വന്തം പാർട്ടി നേതാക്കളുടെ വഞ്ചനയിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത NM വിജയൻ. മരണശേഷവും പൊറുക്കാനാകാത്ത ചതിയും അവഹേളനവുമാണ് സഹപ്രവർത്തകർ തുടരുന്നത്. നിയമനക്കോഴയായി ലക്ഷങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ വിജയനെ മുൻനിർത്തി പിരിച്ചെടുത്തത്. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും K സുധാകരനും VD സതീശനുമെല്ലാം കൈയൊഴിഞ്ഞതോടെ നെഞ്ചുപൊട്ടി മാനസിക വെല്ലുവിളി നേരിടുന്ന മകനൊപ്പം ആത്മഹത്യ ചെയ്തു. രാഷ്ട്രീയ മുതലെടുപ്പിനായി IC ബാലകൃഷ്ണനെ വിട്ടുകൊടുക്കാനാകില്ലെന്ന നിലപാട് നേതാക്കൾ ആവർത്തിക്കുന്നതിനിടയിൽ വിജയന്റെ മരണത്തിൽ MLAയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഒരർത്ഥത്തിൽ ഇതൊരു കൊലപാതകം തന്നെയല്ലേ? DCC ട്രഷററെ കൊന്നോ കോൺഗ്രസ്? ജനഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് BJPയുടെ പ്രതിനിധി പ്രിൻഡു മഹാദേവ്, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ്, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ് ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ചില ആരോഗ്യ കാരണങ്ങളാൽ അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. സാമൂഹ്യ നിരീക്ഷകൻ MK ഹരിദാസ് എന്നിവരാണ് ഈ ചർച്ചയെ സമ്പന്നമാക്കാനാക്കി നമ്മുടെ ഫ്ലോറിൽ എത്തിയിരിക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് PM നിയാസിലേക്കാണ്. ശ്രീ നിയാസ്, ഇപ്പോൾ IC ബാലകൃഷ്ണനാണല്ലോ ഏറ്റവും വലിയൊരു വിഷയമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് IC ബാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഒന്നാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ. ND അപ്പച്ചൻ, മുൻ ട്രഷറർ KK ഗോപിനാഥൻ, അന്തരിച്ച DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. തൻ്റെ ജീവന് എന്തെങ്കിലും ഭീഷണിയുണ്ടെങ്കിൽ, താൻ ഒരു അസ്വാഭാവിക മരണത്തിന് ഇരയാകുകയാണെങ്കിൽ ഈ 4 നേതാക്കൾക്കായിരിക്കും ഉത്തരവാദിത്തം എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചുകൊണ്ടാണ് NM വിജയൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിജയനെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ് അല്ലേ? അങ്ങനെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? നമ്മുടെ ഇക്കാര്യത്തിൽ ഒന്നാമത് നിങ്ങൾ പറയുന്നതിൽ ഒരാൾ മരണപ്പെട്ടു പോയിട്ട് 1 വർഷത്തിലേറെ കഴിഞ്ഞു. അയാൾ CPM നേതാവായിട്ടാണ് മരിച്ചത്. അപ്പം അത് ആ ആളുകൾ അടക്കമാണ് ഉത്തരവാദി എന്ന് ഇപ്പം 1 വർഷം മുമ്പ് മരിച്ചുപോയ ആളാണ് ഇപ്പം മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മരണം വളരെ ദൗർഭാഗ്യകരമാണ്. എനിക്ക് എനിക്ക് അവിടെ പാർട്ടി ചുമതല 1 വർഷം മുമ്പ്. ആ നിലയ്ക്ക് എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളാണ് ഈ NM വിജയൻ. കുറച്ചു കാലത്ത് അസുഖമൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാനവിടെ ഏതാണ്ട് 1 വർഷത്തോളം സംഘടനാ ചുമതല ഉണ്ടായിരുന്ന സമയമാണ്. ആ സമയത്തൊന്നും അദ്ദേഹം ഞാനുമായി ഒരുപാട് യോഗങ്ങളിൽ ഒന്നിച്ചും യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്തതാണ്. ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഒരു പരാതികളോ ഈ പറഞ്ഞ 4 നേതാക്കന്മാരെ കുറിച്ചോ ഒന്നും തന്നെ അദ്ദേഹം ഒരു പരാതി നേരിട്ടോ വാക്കാലോ അല്ലെങ്കിൽ രേഖാമൂലമോ ഒന്നും തന്നെ എന്നോടൊന്നും ഇതുവരെയും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പോൾ ഇവിടെ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും മറ്റ് നേതാക്കന്മാർക്കും കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC അത് ഏറ്റവും പ്രധാനപ്പെട്ട അച്ചടക്ക സമിതിയുടെ ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ 4-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി അവർ അത് അന്വേഷണവുമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യത്തിൽ പാർട്ടിക്ക് എന്താണ് ഉത്തരവാദിത്തം എന്നതിനെക്കുറിച്ചും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ കാരണമാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്നതിനെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തും. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് യാതൊന്നും മറക്കാനില്ല. ആ കാര്യങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചു, എന്തുകൊണ്ട് മരിക്കാനിടയായി, ആരെല്ലാമാണ് കുറ്റവാളികൾ, എന്തെല്ലാമാണ് സംഭവങ്ങൾ, എല്ലാം ഞങ്ങൾ പുറത്ത് അന്വേഷിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് എന്തെല്ലാം അവസരം ഉണ്ടായിരുന്നു എല്ലാവരുമായും KPCC പ്രസിഡന്റായും മുല്ലപ്പള്ളി രാമചന്ദ്രനായിട്ടും അതുപോലെ മറ്റു പല നേതാക്കന്മാരെയും വ്യക്തിപരമായി ബന്ധമുള്ള ഒരാളല്ലേ അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവർക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നേരിട്ടോ രേഖാമൂലമോ അല്ലെങ്കിൽ കത്ത് മുഖേന കൊടുക്കാമായിരുന്നു. അങ്ങനെയൊന്നും കൊടുത്തായിട്ട് ഞങ്ങൾ അറിവിലില്ല. പിന്നെ IC ബാലകൃഷ്ണനെ കുറിച്ചാണ് താങ്കൾ പറയുന്നതെങ്കിൽ IC ബാലകൃഷ്ണനല്ലേ ഈ മരണം കഴിഞ്ഞ് ഉടനെ അദ്ദേഹത്തിനെതിരെ ഒരു കത്ത് പ്രചരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് അതിന് വലിച്ചഴിച്ചതുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹമല്ലേ ആദ്യം SP-യെ കണ്ട് നേരിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വിജിലൻസിനോട് ഒരു ജനാധിപത്യ മര്യാദ മുൻനിർത്തിയാണ് അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ എന്ന് ഞാൻ കരുതിയത്. ഇദ്ദേഹം ഇതുവരെ KPCC നേതൃത്വത്തിന് ഒരു പരാതി കൊടുത്തിട്ടില്ലേ? അങ്ങനെയാണോ അങ്ങ് ധരിച്ചു വച്ചിരിക്കുന്നത്? അങ്ങനെയല്ല.
അങ്ങനെയല്ല. താങ്കൾ പറഞ്ഞത് പ്രകാരം ഇത്തരത്തിലുള്ള 4 നേതാക്കന്മാരെ കുറിച്ച് താങ്കൾ പറഞ്ഞു എന്ന് പറയുന്ന കത്ത് അദ്ദേഹത്തിന് മരണശേഷമാണ് പാർട്ടി കിട്ടുന്നത്. മരണത്തിന് മുമ്പ് അദ്ദേഹം നൽകിയ പരാതി, ആ പരാതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നൽകിയിട്ടില്ല പരാതി. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ 2-3 ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഒന്ന് സുൽത്താൻ ബത്തേരി ഒന്ന് സുൽത്താൻ ഇദ്ദേഹം ഈ കടക്കണിയിലാകുന്നത് ഇന്നോ ഇന്നലെയോ അല്ല, വർഷങ്ങളായി തുടരുന്ന ഈ ഒരു പണപ്പിരിവിൻ്റെ ഭാഗമായി അദ്ദേഹം അങ്ങേയറ്റം പെരുവഴിയിലേക്ക് എത്തുന്ന ഒരവസ്ഥയിൽ ആണ്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. KPCC പ്രസിഡന്റിന് കത്തയക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് ആ കത്ത് തുറന്നു നോക്കുക പോലും ചെയ്തില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രവുമല്ല, ഒരു തവണ മാത്രമല്ല, നോക്കൂ ഇത്തരത്തിൽ സഹകരണ ബാങ്കിലേക്കുള്ള നിയമനത്തിന് സുൽത്താൻ ബത്തേരി കേന്ദ്രമായുള്ള ചില സഹകരണ ബാങ്കുകളിലേക്കുള്ള നിയമനത്തിന് ലക്ഷങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കോഴ വാങ്ങി. ഇത് IC ബാലകൃഷ്ണനും ഇതുപോലെ ND അപ്പച്ചനും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇടനിലക്കാരനാക്കിക്കൊണ്ട് ലക്ഷങ്ങൾ പിരിക്കുന്ന ഒരു കീഴ്വഴക്കം അവിടെ വർഷങ്ങളായി തുടരുകയാണ്. പക്ഷേ പൈസ മുടക്കിയവർക്കൊന്നും നിയമനം കിട്ടുന്നില്ല. ഈ പൈസ പിരിച്ചെടുത്തത്, ഈ പൈസ വാങ്ങിയിട്ടുള്ളത് എല്ലാം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നാണ്. മിക്കവാറും കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവരുടെ ഈ തട്ടിപ്പിനിരയായത്. സ്വാഭാവികമായും ഈ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാതാകുമ്പോൾ അവർ ആരെയാണ് സമീപിക്കുക? ആദ്യം പൈസ വാങ്ങി കൊടുത്തയാളെ സമീപിക്കും. അങ്ങനെ വിജയനെ സമീപിച്ചു. വിജയൻ ഒരു രക്ഷയുമില്ലാതായപ്പോൾ KPCC തലം വരെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നേതൃത്വം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മരണത്തിന് ശേഷവും വേട്ടയാടല്ലേ ശ്രീ PM നിയാസ്? അങ്ങനെയല്ല. അങ്ങ് പറഞ്ഞാൽ 2 കാര്യത്തിലെ വസ്തുതാപരമായ വിഷയമുണ്ട്. ഒന്ന്, അങ്ങ് പറഞ്ഞു KPCC പ്രസിഡന്റ്, അത് ശരിയാണ്. KPCC പ്രസിഡന്റ് സ്ഥലത്തില്ലാത്ത സമയത്ത് KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ കത്ത് ഏൽപ്പിച്ചു. ആ വിവരം അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചു. താങ്കളുടെ ചില മാധ്യമങ്ങൾ അദ്ദേഹം വിമാനമിറങ്ങി DCCയിൽ എത്തിയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കത്ത് വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ പോയി നോക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ പറഞ്ഞതിൽ താങ്കളുടെ ഇന്നും കത്ത് വായിച്ചില്ല എന്നല്ല, അദ്ദേഹം സ്ഥലത്തില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് വീട്ടിൽ കത്തേൽപ്പിച്ചു. അദ്ദേഹം തിരിച്ചു വരുന്ന എയർപോർട്ടിൽ നിന്നും DCC ഓഫീസ് മുഖേനയാണ് വന്നത്. DC ഓഫീസിൽ വെച്ച് ചോദിച്ചപ്പോൾ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാണ്, ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് താങ്കൾ അത് ഇന്ന് വരെ വായിച്ചിട്ടില്ല എന്ന രീതിയിൽ അങ്ങ് ധരിക്കരുത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണം വെച്ചിട്ടുള്ളത്. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം, പരാതി നൽകിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനരഹിതമാണ്? അദ്ദേഹത്തിന്റെ മകൻ തന്നെ വന്ന് പറയുന്നുണ്ടല്ലോ, നേതൃത്വത്തെ അറിയിച്ചു. ശ്രീ പ്രിന്റു, ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു നിലപാട്. അതായത് മുകൾ തട്ടിൽ മുതൽ കോൺഗ്രസ് പ്രവർത്തകരടക്കം പറയുന്നത് ഇത്തരത്തിൽ ഒരു ആരോപണം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. മരിച്ചുപോയ ആളെ എഴുന്നേറ്റ് വന്ന് ഇത്ര തവണ കണ്ടു, നിന്ന നേതാക്കളെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നൊന്നും പറയത്തില്ലല്ലോ. തീർച്ചയായും ഇപ്പം നിയാസ് ആയിക്കോട്ടെ, KPCC പ്രസിഡന്റ് ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ നേതാക്കളടക്കം മരിച്ച ആളുടെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ പോലും വെറുതെ വിടാത്ത രീതിയിലാണ് അദ്ദേഹത്തെ ക്രൂരമായിട്ട് വേട്ടയാടുന്നത്. ഇപ്പൊ ഇന്ന് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇപ്പൊ നിയാസ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് ഈ ചർച്ചയിൽ ഇങ്ങനെ പറയുന്നത്. കൃത്യമായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ 50 വർഷമായി ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച് പണം, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിലല്ല അദ്ദേഹം പണം ഇത്ര വലിയൊരു ബാധ്യതയിലേക്ക് വന്നിട്ടുള്ളത്. അത് വയനാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. കൃത്യമായി പാർട്ടിക്ക് വേണ്ടി പാർട്ടി നേതാക്കളുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടാണ് ഈ മനുഷ്യൻ ഇത്രത്തോളം വലിയൊരു ബാധ്യത വന്നിട്ടുള്ളത്. ആ ബാധ്യത വന്ന മനുഷ്യന് ഇത്രയും ബാധ്യത ഉണ്ടായിട്ട് KPCC പ്രസിഡന്റ് അറിഞ്ഞില്ല, DCC നേതൃത്വം അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടക്കം കൃത്യമായിട്ട് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് അടക്കം ഇദ്ദേഹത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി അധികം സമീപിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി വിട്ട് KPCC ആയിക്കോട്ടെ, ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർ ഈ മനുഷ്യന്റെ ദയനീയ അവസ്ഥയെ യാതൊരു രീതിയിലും അഡ്രസ് ചെയ്യുന്നില്ല. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് മാനസിക വൈകല്യം നേരിടുന്ന മകനും ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്തിട്ടുള്ള 50 വർഷമായി ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗം, ആ ത്യാഗം ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത്? അതിന് വളരെ നിസ്സാര
നിസാരവൽക്കരിച്ചുകൊണ്ട് നിയാസിനെ പോലെയുള്ള ആളുകൾ കുറച്ച് ഈ ഒരു CPM സ്റ്റൈലിനകത്ത് അങ്ങനെയാണല്ലോ പൊതുവെ നമ്മൾ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് ഇങ്ങനെ ഈ മരണത്തെ പോലും വെറുതെ വിടാത്ത രീതിയിലുള്ള ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ KPCCയുടെ ഉപസമിതി എന്തിനാണ് അവിടെ പോയത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഉറപ്പ് നിങ്ങൾ ആദ്യം അദ്ദേഹത്തിന് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഇപ്പൊ KPCC സമിതി ഈ 10 മരണം കഴിഞ്ഞു, ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവിടെ ചെല്ലുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ മക്കളെ കാണുന്നു, എന്നിട്ട് അവർക്ക് ഉറപ്പ് നൽകുന്നു. ഈ ഉറപ്പ് നിങ്ങൾ ആദ്യം നൽകിയിരുന്നെങ്കിൽ ഈ മരണം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇതിനെ നിസ്സാരവൽക്കരിക്കല്ലേ? KPCC പ്രസിഡന്റ് വീട്ടിൽ കൊടുത്തെന്നും അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ സംഭവിക്കുന്നത് സഹകരണ മേഖലയിലെ വലിയ കൊള്ള കോൺഗ്രസ് നേതൃത്വം സത്യത്തിൽ ഈ മനുഷ്യരെ കൊലയ്ക്ക് കൊടുത്തതാണ്. ഇത് കേരളത്തിലെ മുഴുവൻ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കും അറിയാം. സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ ഇദ്ദേഹം എന്തിനാണ് ഈ പണത്തിന് ബാധ്യത വന്നത്, അദ്ദേഹത്തിന്റെ മകൻ എങ്ങനെയാണ് ജോലി നഷ്ടപ്പെട്ടത്, അദ്ദേഹത്തിന് 65 ലക്ഷം രൂപയുടെ ബാധ്യത എങ്ങനെയാണ് വന്നത്, ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്, അദ്ദേഹത്തിന് വായ്പ എടുക്കാൻ പറഞ്ഞതാരാണ്? ഇത് കൃത്യമായിട്ട് വിരൽ ചൂണ്ടുന്ന IC ബാലകൃഷ്ണനും ND അപ്പച്ചനടക്കമുള്ള അവിടുത്തെ നേതാക്കളിലേക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് കൃത്യമായിട്ട് പ്രതിപട്ടികയിൽ വന്നിട്ടുള്ളത് ഇവർ തന്നെയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ആത്മഹത്യ കുറിപ്പിനകത്താണല്ലോ ഈ നേതാക്കളെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇത് കോൺഗ്രസിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാങ്ക് അഴിമതി കേരളത്തിലെ കോർപ്പറേറ്റ് മേഖലയിൽ അത് ഇടതുപക്ഷമായിക്കോട്ടെ CPM ആയിക്കോട്ടെ അവർ നടത്തുന്ന കൊള്ളയും കൊലപാതകം അവർ കാരണം ആത്മഹത്യ ചെയ്യേണ്ട ഗതികെട്ട് സാധാരണ ജനങ്ങളായിക്കോട്ടെ പാർട്ടിയുടെ നേതാക്കളായിക്കോട്ടെ അങ്ങനത്തെ ദുസ്ഥിതിയാണ് കേരളത്തിലുള്ളത്. ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ന് KPCCയുടെ ഉപസമിതിയുടെ തിരുവഞ്ചൂർ അടക്കമുള്ള ആൾക്കാർ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ അടക്കമുള്ള ആൾക്കാർ എന്ന് പറയുന്നു ഞങ്ങൾ ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കും. ഇതും ഒരു കപടമായിട്ടുള്ള ഉറപ്പായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഈ ഉറപ്പ് പലതവണ ഈ മനുഷ്യന് കൊടുത്തതാണ് ബാധ്യതയുമായി ബന്ധപ്പെട്ടിട്ട് അവരാരും ആദരിച്ചില്ല. അപ്പൊ എങ്ങനെയാണോ ഇദ്ദേഹത്തിന് ഇത്രയും കാലം വഞ്ചിച്ചത് ആ വഞ്ചന തന്നെയാണ് വീണ്ടും കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കുന്നത്. ഇപ്പൊ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിക്കക്കളിയില്ലാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണല്ലോ ഈ ഉപസമിതി ഉണ്ടായത്. ഈ ഉപസമിതി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നത് അതിനു മുമ്പ് പോയിരുന്നോ? അപ്പൊ അതിനർത്ഥം എന്താണ്? കേരളത്തിലെ വലിയ രീതിയിലുള്ള അഴിമതിയിലേക്കാണ് ഇത് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത അവിടുത്തെ ഈ പ്രധാനപ്പെട്ട 3 ബാങ്കുകളാണ് ഈ ഉപസമിതി രൂപീകരിക്കപ്പെട്ട സാഹചര്യമൊക്കെ നമുക്കറിയാം. രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ഉപസമിതി രൂപീകരിക്കുന്ന കാര്യമൊക്കെ ഉണ്ടാകുന്നത്. 22 പേരുടെ നിയമനത്തിലുള്ള പണമാണ്. ഞാൻ എത്താം അങ്ങയിലേക്ക് എത്താം. ഒരു സെക്കൻഡ്. രാഷ്ട്രീയ നിരീക്ഷകൻ MK ഹരിദാസിലേക്ക് പോകുകയാണ്. ശ്രീ MK ഹരിദാസ്, ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന ന്യായങ്ങൾ എത്രത്തോളം മുഖവിലക്കെടുക്കണം? കാരണം കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ ഈ സുൽത്താൻ ബത്തേരി കേന്ദ്രീകരിച്ചുള്ള സഹകരണ ബാങ്കുകളിൽ നിയമനം വാഗ്ദാനം ചെയ്ത് വൻ കോഴ കൈപ്പറ്റുകയും നിയമനം നൽകാതിരിക്കുകയും പണം തിരിച്ചു നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിസ്സഹായനായ ഒരു മനുഷ്യൻ ജീവത്യാഗം ചെയ്യേണ്ടി വന്നു. അതിനെയാണ് ഇപ്പോൾ വെള്ളപൂശുന്നത്, നിസാരവൽക്കരിക്കുന്നത്, നേതൃത്വത്തിന് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണേണ്ടത്? അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സംഭവം തന്നെ. അതിൽ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഒരുപാട് ചർച്ചകളിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ള എനിക്ക് ശ്രീ നിയാസ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇതിന് ഇത്ര ലാഘവബുദ്ധിയോട് കൂടിയിട്ട് ആർക്കൊക്കെ പരാതിപ്പെട്ടു എന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് ഞങ്ങളോടല്ലല്ലോ ചോദിക്കേണ്ടത്. താങ്കൾ നാളെ KPCC കൂടുമ്പോഴോ അല്ലെങ്കിൽ DCC കൂടുമ്പോഴോ അവിടെയാണ് ഈ തെളിവുകൾ ചോദിക്കേണ്ടത്. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്കും അതുമായി തന്നെ മാധ്യമ പ്രവർത്തകർക്കും അവരുടെ കുടുംബം നൽകുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നത് അദ്ദേഹം ഈ 65 ലക്ഷം രൂപയുടെ കടവും ഇത്തരത്തിലുള്ള നിയമനക്കോഴ വാങ്ങിയത് ആർക്ക് വേണ്ടിയാണെന്നും ആ നിയമനക്കോഴ വാങ്ങിയ ശേഷം അവിടെ ജോലി കൊടുക്കാത്തവർ തന്നെ അങ്ങേയറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത് തെളിവ് എന്താണെന്ന് ചോദിച്ചിട്ട് നിസ്സാരവൽക്കരിക്കുകയല്ല വേണ്ടത്. കാരണം അപ്രിയ സത്യങ്ങൾ എഴുതിയ ഒരു കത്ത് തുറന്നു വായിക്കാൻ ഒരു പക്ഷെ ആരും തയ്യാറായി എന്ന് വരില്ല. അപ്രിയ സത്യങ്ങൾ ആയതുകൊണ്ടാണ് എയർപോർട്ടിൽ നിന്ന് ഞാൻ അവിടേക്ക് എത്തട്ടെ നമുക്ക് KPCC പ്രസിഡന്റ് ആയാലും ആരായാലും ചിന്തിക്കുന്നത്. കാരണം അത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിന് മുഴുവൻ ഇഷ്ടപ്പെടാത്ത സത്യങ്ങളായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ട്രഷറർ എന്ന സ്ഥാനത്തിന് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, അത് നമ്മൾ വളരെയധികം മാനിക്കപ്പെടേണ്ട ഒരു വിശ്വസ്തനായ ഒരു വ്യക്തിയെയാണ് എപ്പോഴും ഒരു സാധാരണ ക്ലബിന്റെ പോലും ട്രഷററാക്കുക എങ്ങനെയാണ്? വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളത് ഏൽപ്പിക്കുക. അപ്പൊ KPCC പോലുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഒരു ജില്ലാ ഘടകത്തിന്റെ ട്രഷററാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു ദുരന്തം നേരിട്ടപ്പോ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എനിക്കതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ഉപസമിതിയെ നിയമിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമമെങ്കിൽ ഇത്
ഈ വയനാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഇത്തരം സാമ്പത്തിക തട്ടിപ്പിന്റെ ഒരു ഉദാഹരണം നിങ്ങൾക്കറിയില്ലേ? കെ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നിന്ന് 25 ലക്ഷം രൂപയാണ് അടിച്ചു മാറ്റിയത് എന്നുള്ള കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയില്ലേ? അപ്പൊ വയനാട് ചുറ്റിപ്പറ്റിയിട്ട് സഹകരണ സ്ഥാപനങ്ങളുമായി അല്ല, പുൽപ്പള്ളിയിൽ 25 ലക്ഷം രൂപയല്ല സർ, അത് കോടികൾ വരും. ED കണ്ടുകെട്ടുകയൊക്കെ ചെയ്തത് കോടിക്കണക്കിന് രൂപയാണ്. കോടിക്കണക്കിന് രൂപയാണ്. എനിക്ക് തെറ്റിയതാണ്, എനിക്ക് തോന്നുന്നു 2.5 കോടിയാണെന്ന് തോന്നുന്നു. ക്ഷമിക്കണം, ഞാൻ അതിന്റെ തുകയിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ അങ്കമാലി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നടന്നിട്ടുള്ളത് എന്താ? 95 കോടി രൂപയുടെ തിരിമറിയാണ് നടന്നിരിക്കുന്നത്. നിങ്ങളും ഞാനും ഇതേ ജനം ടിവിയിൽ കരുവന്നൂർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ട് CPM-ന്റെ തലനാരിഴ കീറിയിട്ട് വിമർശിച്ച കോൺഗ്രസ് പാർട്ടിയുടെ അപച്യുതിയല്ലേ നമ്മൾ ഈ കാണുന്നത്? മാത്രവുമല്ല, നിയമനത്തിന് കോഴ വാങ്ങുന്നു എന്നുള്ളൊരു വലിയ സത്യമാണ് ഈ മനുഷ്യന്റെ ആത്മഹത്യാ കുറിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. നിയമനത്തിന് കോൺഗ്രസ് പോലും കോഴ വാങ്ങിക്കൊണ്ട്, അതും വരാൻ പോകുന്ന, അതായത് അവിടെ നിയമനം ഇപ്പൊ ഒഴിവുണ്ടായിട്ടല്ല, വരാൻ പോകുന്ന നിയമനങ്ങളിലൂടെ നമുക്ക് കോഴ വാങ്ങിക്കൊണ്ട് ഈ കടം തീർക്കാമെന്ന നിലയിലാണ് ഈ പാവം ഈ വ്യക്തിയെ ഇതിന് കരുവാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഇടപാട് നടത്തിയത് എന്നതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും KPCC-ക്കാണെന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം സംസാരിക്കേണ്ടത് നീലിമ. ഈ നമ്മുടെ എന്താ പറയുക, PPDPI എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രസംഗത്തിലൂടെ ADM-നെ ആത്മഹത്യ ചെയ്യിച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തതും 3-4 ദിവസം അവർ ജയിലിൽ കിടക്കേണ്ടി വന്നതും എന്ന് പറയുമ്പോൾ, ഇവിടെ ഈ IC ബാലകൃഷ്ണനെതിരായിട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്ന ഈ ജനപ്രതിനിധിയുടെ സ്ഥാനം രാജിവെക്കണമെന്നുള്ള മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ തീർച്ചയായും ബാധ്യസ്ഥരാണ്. PPDPയ്ക്ക് ഇല്ലാത്ത എന്താ? PPDPയും ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് അവരുടെ പേരിൽ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. അവർ വിളിക്കാതെ ചെന്ന സംഗതിയാണ്. ഞാനും താങ്കളും PPDPയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ശ്രീ നിയാസ് ഈ ചർച്ചയിൽ ഈ ജനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ്. നവീൻ ബാബുവിന്റെ മരണവുമായിട്ട് 10-12 ചർച്ചകളിൽ പങ്കെടുത്ത് ഞാൻ പറയുന്നു, ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ പേരിലാണ് ആ സ്ത്രീയുടെ പേരിൽ കേസെടുത്തതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ IC ബാലകൃഷ്ണൻ ജനപ്രതിനിധിയായി തുടരുന്നത് നമ്മുടെ സാക്ഷര കേരളത്തിനെ ഒരു അങ്ങേയറ്റം അപമാനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, PM നിയാസ്, അതിനൊരു മറുപടി വേണം. IC ബാലകൃഷ്ണൻ ഇങ്ങനെ MLA ആയി തുടരാൻ ഇപ്പോൾ ധാർമ്മികമായ ഒരു ശേഷിയൊക്കെ ഉണ്ട് ഇപ്പോൾ? നോക്കൂ, ഞാൻ താങ്കൾ പറഞ്ഞ നേരത്തെ ഒരു കാര്യം എനിക്ക് മറുപടി പറയാനുണ്ട്. താങ്കൾ പറഞ്ഞു ഇവർ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. നമുക്കതിലൊന്നും തർക്കമില്ല. ഇതിൽ പാർട്ടി അന്വേഷിക്കുന്നു, അതാണ്. നേരത്തെ ഇവർ അവിടെ തർക്കങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 23 പരാതികൾ ലഭിച്ചത് അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. സുൽത്താൻ ബത്തേരില്ല, അത് വിജയനല്ല, മറ്റു പലരും. അതേക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തി ആ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 2 പേരെ, പ്രധാനപ്പെട്ട 2 പേരെ, DCCയുടെ മുൻ ട്രഷറർ ഗോപിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകളെ 2 പേരെ സസ്പെൻഡ് ചെയ്ത പാർട്ടി. അത് വേറൊരു ആസ്പെക്റ്റിൽ വേറൊരു കാര്യമാണ്. ഇത് നേരത്തെ സുൽത്താൻ ബത്തേരി കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ബാധ്യത വന്നുവെന്നും ആ ബാധ്യത അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന് അടച്ചു തീർക്കേണ്ട അവസ്ഥയായി വന്നിരിക്കുന്നു എന്നുമാണ് ഇപ്പോൾ പരാതിയായി ലഭിച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് അതിൽ രജിസ്റ്ററി നോക്കി അതിൽ പാർട്ടി ഏറ്റെടുക്കേണ്ട ബാധ്യത ആണെങ്കിൽ പാർട്ടി ഏറ്റെടുക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹരിദാസും പ്രിന്റുമൊക്കെ പറഞ്ഞാൽ കേൾക്കും ഞങ്ങളെന്തോ ഒരു വലിയൊരു അപരാധം ചെയ്യുകയാണെന്ന്. ഒരു കാര്യം തുറന്നു പറയും, ഏത് പാർട്ടിയിലാണ് നിയമനത്തിന് കോഴ വാങ്ങാൻ അംഗീകാരം കൊടുക്കാൻ കഴിയുക? BJPക്ക് സാധിക്കുമോ? CPM-ന് സാധിക്കുമോ? കോൺഗ്രസിന് സാധിക്കുമോ? എവിടെയാ പറ്റുക? അങ്ങനെ ഔദ്യോഗികമായി ഞങ്ങളുടെ KPCC പ്രസിഡന്റായി നമ്മുടെ K സുധാകരൻ വന്നപ്പോൾ ഏറ്റവും ആദ്യം അദ്ദേഹം പ്രഖ്യാപനം എന്താ? നിയമനവുമായി ബന്ധപ്പെട്ട് ആരിൽ നിന്നും കോഴ വാങ്ങാൻ പാടില്ല, ആരിൽ നിന്നും പണം വാങ്ങാൻ പാടില്ല, തീരുമാനമെടുത്തതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഔദ്യോഗികമായി. ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. 2019 പീറ്റർ മാഷ് എന്ന് പറയുന്ന വ്യക്തിയും NM വിജയനും തമ്മിൽ ഒരു കരാറുണ്ട്. IC ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ആ കരാർ. IC ബാലകൃഷ്ണനെ മുൻനിർത്തി 30 ലക്ഷം രൂപ
പീറ്റർ മാഷിൽ നിന്നും കൈപ്പറ്റുന്നു. സഹകരണ ബാങ്കിൽ നിയമനം നൽകാം എന്ന വ്യവസ്ഥയിന്മേലാണ് 30 ലക്ഷം രൂപ കൈപ്പറ്റുന്നത്. ഇതിൽ IC ബാലകൃഷ്ണന്റെ പേര് വളരെ കൃത്യമായി വന്നതാണ്. ഇത് അങ്ങേക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. ഇത്തരത്തിലൊരു ഉടമ്പടി പുറത്തു വന്നു. ഇതുമായി ബന്ധപ്പെട്ട് കത്തുകൾ പുറത്തു വന്നു. KPCC പ്രസിഡന്റിനെ അടക്കം അതുപോലെ അന്നത്തെ മിക്കവാറും നേതാക്കൾക്ക്, VM സുധീറിനടക്കമുള്ള നേതാക്കൾക്ക് ഈ വിജയൻ കത്തയച്ചിട്ടുണ്ട്, പരാതി അയച്ചിട്ടുണ്ട്. ഞാൻ കടക്കണിയിലാണ്, എൻ്റെ വീടടക്കം ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇത് ഞാൻ എൻ്റെ കുടുംബത്തേക്ക് വാങ്ങിയ പൈസയല്ല, ഇത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പണം സമാഹരിക്കപ്പെട്ടതാണ്. അത് ഇടനിലക്കാരനായി ഞാൻ നിന്നു. എനിക്ക് 1 കോടിയിൽ പരം രൂപയുടെ ബാധ്യതയുണ്ട്. ഇതെല്ലാം പറഞ്ഞ് K. സുധാകരൻ, VD സതീശൻ, അതുപോലെ VM സുധീരൻ അടക്കമുള്ള എല്ലാ നേതാക്കൾക്കും, പ്രിൻഡു മഹാദേവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ അടുക്കലേക്ക് ഈ പ്രശ്നം എത്തിയിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ മരണശേഷം മാത്രമാണ് ഇതെല്ലാം അറിയുന്നത് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് ശ്രീ PM നിയാസ്? അതുപോലെ നിങ്ങളുടെ അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? നോക്കൂ നീലിമ, ഞാൻ വളരെ വ്യക്തമായി പറയാം. നീലിമ ആടിനെ പട്ടിയാക്കി പട്ടിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന നിലപാടാണ് നീലിമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, സംസ്ഥാന കമ്മിറ്റി അങ്ങ് തന്നെ പ്രസംഗിച്ചാൽ മതിയോ? അങ്ങ് പറഞ്ഞതിന് മറുപടി പറയണ്ടേ നീലിമ? ചില സത്യങ്ങൾ പറയുമ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ഉത്തരമില്ലാത്തൊരവസ്ഥയുണ്ട്. ഇത്തരത്തിലൊരു ഉടമ്പടി അങ്ങ് കണ്ടിട്ടില്ലേ? അതോ അത്തരത്തിലൊരു ഉടമ്പടിയൊക്കെ നേരത്തെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തതാണ്. ജനടിവിയോ ഞാനോ മാത്രമല്ല ഈ പ്രശ്നം വേഷത്തിൽ വന്ന് പച്ചക്കള്ളം പറയുമ്പോഴാണ് നമുക്ക് പ്രയാസം വരുന്നത്. എങ്കിൽ താങ്കൾക്ക് ബോധ്യമായ സത്യം ഒന്ന് പറയൂ. താങ്കൾക്ക് ബോധ്യമായ സത്യം ഒന്ന് പറയൂ. എന്നെ വിജയന് എങ്ങനെയാണ് ബാധ്യതകൾ ഉണ്ടായത്? താങ്കൾ സമ്മതിക്കുന്നില്ലല്ലോ. എങ്ങനെയാണ് ബാധ്യതകൾ ഉണ്ടായത്? പറയാം. ഞങ്ങളുടെ KPCC പ്രസിഡന്റായി K. സുധാകരൻ വന്ന എന്റെ പൊന്ന് നീലിമ, ഞാൻ സൈലന്റ് ആയിരിക്കുകയാണ്. സംസാരിക്കുകയാണെങ്കിൽ എന്നെ അനുവദിക്കേ, അല്ലെങ്കിൽ അങ്ങ് മൈക്ക് ഉപയോഗിച്ച് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കേ. ചെറിയ ഡിലേ ഉണ്ട്, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അങ്ങോട്ട് എത്താൻ ചെറിയൊരു ഡിലേ ഉണ്ട്. അത് മാത്രമാണ് പ്രശ്നം. ശ്രീ നിയാസ്, താങ്കൾ സംസാരിക്കൂ. നിലിമ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഞങ്ങൾ KPCC പ്രസിഡന്റായി K. സുധാകരൻ വന്ന ആദ്യത്തെ യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് വളരെ വിശദമായി തീരുമാനമെടുക്കുകയും ആ തീരുമാനം KPCC പത്രക്കുറിപ്പിലൂടെയും ഞങ്ങളുടെ സർക്കുലറിലൂടെയും കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിനു മുമ്പ് പല സ്ഥലങ്ങളിലും പരാതികൾ ഉണ്ടായിരുന്നു. ആ പരാതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 23 പരാതികൾ ലഭിച്ചത് സംബന്ധിച്ച് അജയ് തറയിലും സണ്ണി ജോസഫ് MLAയും പരാതി അന്വേഷിക്കുകയും അന്വേഷിച്ചതിൻ്റെ പേരിൽ ഒരു ബാങ്ക് പ്രസിഡന്റിന്റെ പേരിലും ഒരു അന്നത്തെ DCC ട്രഷറായിരുന്ന KK ഗോപിനാഥിന്റെ പേരിലും നടപടി എടുക്കുകയുണ്ടായി വയനാടിൽ സുൽത്താൻ ബത്തേരിയിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞത് എല്ലാം കൂടി പ്രിന്റും താങ്കളും കൂടി മൊത്തം അങ്ങ് കലക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, താങ്കൾ പറഞ്ഞത് പീറ്റർ മാസ്റ്റർ എന്ന പേരിൽ പീറ്റർ മാസ്റ്ററും വിജയനും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ ഒരു ഭാഗത്ത് പീറ്റർ മാസ്റ്ററും ഒരു ഭാഗത്ത് NM വിജയനുമാണ്. ആ പരാതി വന്നപ്പോൾ CPM IC ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അന്ന് അദ്ദേഹം ആ മാർച്ച് നടത്തുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം വയനാട് SP കണ്ട് ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്ന കത്ത് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം, വിജിലൻസ് അന്വേഷണം നടത്തണം, എനിക്കെതിരെ ഇങ്ങനെ ദുരാരോപണം ഉന്നയിച്ച വ്യക്തികൾ ദുഷ്ടലാക്കാണ്, അതിൽ സത്യം കണ്ടെത്തണം എന്ന് പറഞ്ഞ് നേരിട്ട് പോയി വിജിലൻസിനും SP-ക്കും പരാതി കൊടുത്ത വ്യക്തിയാണ് IC ബാലകൃഷ്ണൻ. ഇപ്പൊ താങ്കൾ പറയുന്നത് IC ബാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ്, അങ്ങനെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതേക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത് താങ്കൾ പറഞ്ഞത് ഇവിടെ പരാതി, ഞാൻ ഇവിടെ NM വിജയൻ ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ അഗ്രിമെന്റ് ആണ് ആദ്യം മാധ്യമങ്ങളിൽ വന്നത്. ഞാൻ 1.5 വർഷത്തോളം വയനാട് ജില്ലയിൽ KPCCയുടെ ചുമതലക്കാരനായി നിന്ന ആളാണ്. ഞാൻ അങ്ങയോട് അങ്ങ് KPCCക്ക് അങ്ങക്ക് മറ്റു വല്ല തെളിവുകളും ഉണ്ടെങ്കിൽ അങ്ങ് ഫ്ലോറിൽ പറയാം, അങ്ങക്ക് കാണിക്കാം. ഞാൻ ആധികാരികമായി പറയട്ടെ, ഞാൻ നടന്ന പല യോഗങ്ങളിലും ഇതുപോലെ യോഗത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് NM വിജയൻ, അതുപോലെ IC ബാലകൃഷ്ണൻ.
DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ലീഡർഷിപ്പ് യോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ആ യോഗത്തിൽ ഒരിക്കൽ പോലും ഒരു സ്ഥലത്ത് പോലും താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയും വലിയ ഭീകരമായ സാമ്പത്തിക അവസ്ഥ എനിക്ക് വന്നിരിക്കുന്നു എന്ന് രേഖാമൂലമോ വാക്കാലോ യോഗത്തിലോ പറയേ ഉണ്ടായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റാർക്കെങ്കിലും അവർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് പുറത്തു വരട്ടെ, അത് അവർ അഭിപ്രായം പറയട്ടെ. ഞങ്ങൾ പറയല FIR ഇട്ടതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, പോലീസിന് അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, പോലീസ് കുറ്റക്കാരനാണെന്ന് ആരെ കണ്ടുപിടിച്ചാലും പാർട്ടി അവരെ സംരക്ഷിക്കില്ല. അത് ഞങ്ങൾ വ്യക്തമായി ഞങ്ങളുടെ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞാനും ഈ ഫ്ലോറിൽ ആവർത്തിക്കുന്നു. പിന്നെ കൈക്കൂലി വാങ്ങിയത് ആര് വാങ്ങിയാലും അത് തെറ്റാണ്, ആര് പ്രേരിപ്പിച്ച് കൈക്കൂലി വാങ്ങിയാലും അത് തെറ്റാണ്. അതൊക്കെ കണ്ടെത്തി പാർട്ടിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ അത് എത്ര വലിയ എന്നതാണ് വിഷയം. ശ്രീ PM നിയാസ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങയുടെ വാട്സാപ്പിലേക്ക് ഞാൻ ആ ഉടമ്പടിയുടെ കോപ്പിയൊക്കെ വളരെ കൃത്യമായി അങ്ങയുടെ വാട്സാപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങ് ദയവായി അതൊന്ന് വായിച്ചു നോക്കുക. ശ്രീ PM നിയാസ്, ഞാൻ അയച്ച രേഖ, ആ ഉടമ്പടി രേഖ അങ്ങ് വായിച്ചു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മറുപടി പറയൂ. ഇതിൽ IC ബാലകൃഷ്ണന്റെ പേര് ഉൾപ്പെട്ടിട്ടുള്ളത് 2019 പറഞ്ഞത്. ഒരു സംശയം താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിട്ടാണ് പോയത്. ഇത്തരത്തിൽ എന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് IC ബാലകൃഷ്ണൻ വയനാട് SP-ക്ക് പരാതി നൽകി. ശരിയാണ്, പരാതി നൽകി. എപ്പോഴാണ്? ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം. 2019 പുറത്തിറങ്ങിയ ഉടമ്പടി രേഖയിലും കത്തുകളിലുമാണ് IC ബാലകൃഷ്ണന്റെ അടക്കം അപ്പച്ചന്റെ അടക്കം പേര് പരാമർശിക്കുന്നത്. എന്തുകൊണ്ട് ആ സമയത്ത് ഇത് അപകീർത്തികരമാണ് എങ്കിൽ 2019 എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല? അല്ലെങ്കിൽ പാർട്ടിയോട് പറഞ്ഞില്ല, എനിക്കെതിരെ ഇവിടുത്തെ വയനാട് ട്രഷറർ എനിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുകയാണ്, എനിക്ക് മാനനഷ്ടം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട് IC ബാലകൃഷ്ണൻ മിണ്ടിയില്ല? മരണത്തിന് ശേഷം മാത്രമാണ് IC ബാലകൃഷ്ണൻ പോലീസിനെ സമീപിച്ചത്. അതിലൊരു വ്യക്തത വേണ്ടേ ശ്രീ PM നിയാസ്? നോക്കൂ നീലിമ, ഇനി ദയവ് ചെയ്ത് മറുപടി പറയുമ്പോൾ താങ്കൾ ഇടപെടരുത്. താങ്കൾ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു. ഒരു തവണ 2-3 തവണ താങ്കൾ ആവർത്തിച്ച ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മിനിറ്റ്, നേരത്തെ പറഞ്ഞു 2019 കാലത്ത് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതിൽ ഒന്നാമത് ഒപ്പുവെച്ചിരിക്കുന്നത് ഒരു പീറ്റർ മാഷും രണ്ടാമത് ഒപ്പുവെച്ചിരിക്കുന്നത് NM വിജയനുമാണ്, ഈ മരണപ്പെട്ട വ്യക്തി. അങ്ങനെ എഗ്രിമെന്റ് ഒപ്പുവെച്ച വിവരം ഞാനും IC ബാലകൃഷ്ണൻ പറഞ്ഞറിഞ്ഞ അറിവാണ്. IC ബാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം അറിയുന്നത് ഇത് NM വിജയന്റെ ആത്മഹത്യയുടെ ശേഷം അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം ഇത് മാധ്യമങ്ങളിൽ വരുമ്പോഴാണ്. അത് ഒരു മാധ്യമങ്ങളിൽ വന്നപ്പോൾ ആ മാധ്യമങ്ങളിൽ വന്ന കോപ്പിയാണിത്. ആ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ട ഉടനെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായെങ്കിൽ ഇത് വ്യാജമാണ്, ഇതിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം SP-ക്ക്, താങ്കൾക്ക് ഞാനിപ്പോൾ SP-ക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതി ഇത് തന്നെ, ഈ കാര്യം തന്നെ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ഉത്തരവാദിയല്ല, ഇതിൽ വ്യാജ പിന്നെ രേഖ അല്ല, കുടുംബം തന്നെ, അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ കുടുംബം പുറത്തുവിട്ടതാണ് ഈ ഉടമ്പടി രേഖ എന്ന് പറയുന്നത്. 2019 ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. 2019 എഗ്രിമെന്റ് ഉണ്ടാക്കിയത് നീലിമക്ക് അറിയാമായിരുന്നോ? നീലിമ കണ്ടിരുന്നോ 2019? 2020 കണ്ടിരുന്നോ? ഒരു കാര്യവുമില്ല. 2019 ഇങ്ങനെ IC ബാലകൃഷ്ണനെതിരെ ഒരു ഉടമ്പടി ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ കുടുംബം പുറത്തുവിട്ടതാണ്. കണ്ടിട്ടില്ലല്ലോ, കുടുംബം പുറത്തുവിട്ടതാണ്. ഞങ്ങൾ അറിയുന്നത്, മാധ്യമങ്ങളും ഞങ്ങളും അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ്. അല്ല എന്ന് തെളിയിക്കുവാൻ രേഖയുണ്ടെങ്കിൽ ഞാൻ നീലിമയെ വെല്ലുവിളിക്കുന്നു, ജനം TV-യെ ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങ് കൊണ്ടുവരൂ, ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ മാത്രമല്ല സകല മാധ്യമങ്ങളെയും വെല്ലുവിളിക്കുകയാണ് ശ്രീ PM നിയാസ്. കാരണം എല്ലാ മാധ്യമങ്ങളും എടുത്തൊരു വിഷയം, ഇതിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു നിലപാടും പറയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ IC ബാലകൃഷ്ണൻ പരാതിയുമായൊക്കെ ചെല്ലുന്നത് ഏത് ഘട്ടത്തിലാണെന്നൊക്കെ നമുക്കറിയാം. ഇവർ പറയുന്നത് എങ്ങനെ മുഖവിലക്കെടുക്കാൻ കഴിയും? അല്ല, ഇതിനകത്ത് ഈ മുഹമ്മദ് നിയാസ് സാർ സത്യത്തിൽ അദ്ദേഹം പരിഭ്രാന്തനായിക്കൊണ്ടാണ് അദ്ദേഹം വാക്കുകൾ പറയുന്നത്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾക്കകത്തും
കൃത്യമായിട്ട് അദ്ദേഹം ന്യായീകരണം നടത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട IC ബാലകൃഷ്ണൻ വയനാട്ടിൽ നടത്തിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക് കോഴയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടപാടുകളും ഈ പാവപ്പെട്ട മനുഷ്യനെ മുൻനിർത്തിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് പകൽ പോലെ സത്യമാണ്, ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവസാനം ഈ കടബാധ്യത മുഴുവൻ ഈ മനുഷ്യൻ എങ്ങനെയാണ് വന്നത് അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇദ്ദേഹം സാമ്പത്തികമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഉയർച്ച നേടണം, അത് MN വിജയൻ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ബിനാമി സ്വത്തുക്കൾ ഉണ്ടാക്കിയെടുക്കണം, ഇത് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കടബാധ്യത എങ്ങനെ വന്നു എന്ന് പറഞ്ഞ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് കുടുംബം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമാണ് കത്തിന്റെ രൂപത്തിൽ അദ്ദേഹം പറയുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ അഴിമതി നടത്തിയത്. അവസാനം കൈയൊഴിയുന്നു. സത്യത്തിൽ ഈ പറയുന്ന IC ബാലകൃഷ്ണൻ സത്യത്തിൽ ഇവർ പറയുന്ന ഈ പീറ്റർ മാഷയുടെ കാര്യമായിക്കോട്ടെ, കുടുംബം പുറത്തുവിട്ട രേഖകളായിക്കോട്ടെ, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ചില ഫാക്ടുകൾ ഉണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്നത് എവിഡൻസ് ഇതൊന്നും ലീഗലി നടന്ന ഒന്നുമല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ കോഴ കൊടുത്ത പണമായിക്കോട്ടെ, ഇതൊന്നും ലീഗലി നടന്നൊരു കാര്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുന്നത് അതല്ലല്ലോ. ഇത് മുഴുവൻ നടന്നിട്ടുള്ളത് പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഈ മനുഷ്യൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോലും ഈ പരാതികളുമായിട്ട് ഈ മനുഷ്യൻ പോയിട്ടുണ്ട്. അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല. എന്നിട്ടും ആ മനുഷ്യൻ അവസാനം ആത്മഹത്യയിലേക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള നേതൃത്വത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അത് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നുണപ്രചരണം നടത്തിയാണ് നിങ്ങൾ എങ്ങനെ പറയുന്നത്? നിങ്ങൾ KPCC ഉപസമിതിയും ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞത് എന്താ? അത് അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ വ്യക്തികൾ കാരണമാണ് ഇദ്ദേഹത്തിന് ഈ മരണത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് അന്വേഷിക്കുമെന്നാണ് ഇന്നത്തെ KPCC അച്ചടക്ക സമിതി ചെയർമാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സമീപനം നിങ്ങൾക്ക് ആദ്യം എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? ഞങ്ങൾ ചോദിക്കുന്നത്, ഈ ഒരു മനുഷ്യൻ ആത്മഹത്യക്ക് വിട്ടുകൊടുത്തതിന് ശേഷം അതിനെ ആ മനുഷ്യനെ കുറിച്ചും ആ കുടുംബത്തെക്കുറിച്ചും കുപ്രചരണം നടത്തുന്നതല്ലല്ലോ അന്തസ്. അതൊരു ഇടതുപക്ഷ രീതിയാണ്. ആ ഇടതുപക്ഷ രീതിയിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും അതപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടുത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടുത്തെ മുഴുവൻ ഇതിനകത്ത് ആരോപണ വിധേയനായിട്ടുള്ള IC ബാലകൃഷ്ണനാണ്. അദ്ദേഹം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഇതിനെ നേരിടണം. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും കൃത്യമായി പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ ആരോപണമല്ല, ഇത് കേരളത്തിൽ നടക്കുന്ന ബാങ്ക് അഴിമതി. ഇപ്പൊ KPCC പ്രസിഡന്റ് ഒരു തിട്ടൂരം ഇറക്കിയത് കൊണ്ട് കോൺഗ്രസ്സുകാരും കോഴ മേടിക്കില്ല എന്നാണ് നിയാസെ നിങ്ങൾ പറയുന്നത്? അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണോ കേരളത്തിൽ? അങ്ങനെ നിങ്ങൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കി ഞങ്ങൾ കോഴ മേടിക്കില്ല, ഇത് ഇന്നും ഇന്നലെയും തമ്മിൽ കോഴയല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, BJP ഭരിക്കുന്ന ഒരു ബാങ്ക് ഉണ്ട് അവിടെ. ആ ബാങ്ക് നിയാസാറിന് അറിയാലോ. ആ ബാങ്കിന്റെ ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കും, അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ ഞങ്ങൾ വിലക്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാങ്കിലേക്ക് നിയമനം നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് 22 പേരുടെ കയ്യിൽ നിന്നാണ് പണം മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ അഴിമതിയുടെ ആഴം എത്രയാണ്? ഈ ബാങ്ക് കൊള്ളയുടെ ആഴം എത്രയാണ്? അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഇതിന്റെ ഒക്കെ രക്തസാക്ഷിയായിട്ട് അവസാനം അവശേഷിച്ചത്, കഥാവശേഷനായത് ഈ പാവപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ആത്മഹത്യയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിനോ IC ബാലകൃഷ്ണനോ ND അപ്പച്ചനോ എങ്ങനെയാണ് കൈ കഴുകാൻ സാധിക്കുക? KPCC പ്രസിഡന്റ് സുധാകരന്റെ അടുത്ത് ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടല്ലോ, ഇദ്ദേഹത്തിന് വലിയ കടബാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ, KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഇദ്ദേഹം ഒരു ബൂത്ത് പ്രസിഡന്റ് അല്ല. നിങ്ങളിപ്പോൾ കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റാണ് ഈ ചെയ്തതെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്ത് ന്യായീകരിക്കാം. അദ്ദേഹം ആരാണ്? 50 വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പാർട്ടിയുടെ DCC ട്രഷററാണ്. ആ DCC ട്രഷററിന് പാർട്ടിയുടെ DCC പ്രസിഡന്റ് ആയിരുന്ന ആള്, MLA ആയിരുന്ന ആള് കാരണമാണ് ഞാൻ മരണപ്പെടേണ്ടത്, എന്റെ ശരീരത്തെ വിട്ടുകൊടുക്കേണ്ടി വരുന്നത്, എനിക്ക് ഗതികോട് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? ഈ ന്യായീകരണം തന്നെയാണ് KPCC പ്രസിഡന്റ് ആദ്യം നടത്തിയത്, ഇപ്പൊ മുഹമ്മദ് നിയാസ് നടത്തുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇത് കേരളത്തിൽ 2 സ്റ്റേജാണ്. ഒന്ന്, CPM-കാർ ഇന്ന് ADM അടക്കമുള്ള നവീൻ ബാബു അടക്കമുള്ള ആളുകളെ CPM-കാർ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ നടക്കും, സ്വന്തം പാർട്ടിക്കാരെ കൊല്ലാൻ നടക്കാണ് കോൺഗ്രസ്സുകാർ. അപ്പൊ അതുകൊണ്ട് അത് പറയുന്ന സമയത്ത് ഞങ്ങൾ തെളിവുകൾ അല്ലെങ്കിൽ ആരോപണമാണ്, ഞങ്ങൾ കൃത്രിമമായിട്ട് കാര്യങ്ങൾ പറയുകയാണ് എന്നല്ല നിയാസെ പറയേണ്ടത്. നിങ്ങളെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ അതിനകത്ത് എന്താ പറയേണ്ടത്? ഇതിനകത്ത് ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകനോ നേതാക്കൾക്കോ പങ്കുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെതിരെ നടപടിയെടുക്കും എന്നല്ല പറയേണ്ടത്. അതല്ലേ പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത. നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ കാര്യമാണ്. ആ പാർട്ടിക്കുള്ള കാര്യമാണെങ്കിൽ പോലും കേരളത്തിലെ പൊതു മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പൊതുപ്രവർത്തകന്മാരുടെ ഒരു പൊതുധാരണ. ആ ധാരണ അങ്ങേക്ക് നഷ്ടമായത് ഞങ്ങളുടെ കുറ്റമല്ല. ഞങ്ങൾ BJP-കാർ കള്ളം പറയുന്നു, കോൺഗ്രസിന് ചിലപ്പോൾ CPM-ന് ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക. ഞങ്ങൾക്ക് കൃത്യമായി അറിയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഭരിക്കുന്ന ഒരു ബാങ്കിനകത്ത് ഞങ്ങൾ ബാങ്ക് ഭരണം പിടിച്ചടക്കുന്ന കൃത്യമായി 2013 ആ നീക്കം പൊളിച്ചു കൊടുത്തതാണ് BJP. വളരെ കൃത്യമായി ഇത്തരത്തിൽ 22 പേരിൽ നിന്ന് കോഴ വാങ്ങാൻ എടുത്ത ഒരു കള്ളക്കളി പൊളിച്ചു കൊടുത്ത പാരമ്പര്യമുണ്ട് സുൽത്താൻ ബത്തേരി ബാങ്കിന്. അതൊക്കെ PM നിയാസിന് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ശ്രീ MK ഹരിദാസിലേക്ക് പോവുകയാണ്. ശ്രീ MK ഹരിദാസ്, ഈ
NM വിജയൻ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല. 50 വർഷം ആ സുൽത്താൻ ബത്തേരിയിൽ വയനാട് ജില്ലയിൽ നിറഞ്ഞു നിന്ന കോൺഗ്രസ് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 80 മുതൽ 92 വരെ സുൽത്താൻ ബത്തേരി മണ്ഡലം പ്രസിഡന്റ്, 2006 DCC സെക്രട്ടറി ആകുന്നു, പിന്നീട് അതിനു മുൻപ് 98നും 2000നും ഇടയിലൊക്കെ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കുറേ നാൾ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റായി നിന്നു. അവിടെ വൈസ് പ്രസിഡന്റായി. എത്രയോ നാളുകളായി DCCയുടെ ട്രഷററാണ്. അപ്പോൾ ഒരു ചെറിയ മീനല്ല NM വിജയൻ എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൻ്റെ DCC നേതൃത്വത്തെ അങ്ങേയറ്റം അറിയാവുന്ന, അവിടുത്തെ നേതാക്കളെയൊക്കെ അങ്ങേയറ്റം അറിയാവുന്ന, അവർക്കൊക്കെ വിശ്വസ്തനായ ഒരാളായിരുന്നു. ഈ NM വിജയൻ സ്വന്തം നിലയ്ക്ക് പൈസ വാങ്ങും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. അതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ അത്ര പാരമ്പര്യം ഇല്ലാത്തൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് എത്തിച്ചേർന്നുവെങ്കിൽ അത് BJPയുടേതാവട്ടെ, കോൺഗ്രസിൻ്റെതാകട്ടെ, CPMൻ്റെതാകട്ടെ, അതിന് പാർട്ടി തന്നെയാണ് ഉത്തരവാദി. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണം നിലനിൽക്കുന്ന ഒരു സഹകരണ സംഘത്തിന്റെ ഭരണം പിടിച്ചെടുക്കാം, അവിടെ നമുക്ക് ഇത്രയും നിയമനങ്ങൾ നടത്തിയിട്ട് നമുക്ക് ഈ പണം കണ്ടെത്താം എന്നുള്ള ഒരു ധാരണയിൽ എത്തത്തക്ക തോതിൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചുവെങ്കിൽ ആ അധപ്പതനത്തിന്റെ കാരണക്കാര് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ പ്രിന്റു മനസ്സിലാക്കുക, അദ്ദേഹം തുടക്കത്തിൽ ശ്രീ നിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ KPCC ഉപസമിതിയുടെ അന്വേഷണത്തിൽ കുറ്റക്കാരായവരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നടപടി എടുക്കുമെന്ന് ശ്രീ നിയാസ് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആരാണ് കുറ്റക്കാരെന്ന് ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അങ്ങനെ കുറ്റക്കാരായിട്ട് കണ്ടെത്തിയിട്ട് അവർക്കെതിരെ നടപടി എടുത്താൽ അവർ വിളിച്ചു പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനേക്കാൾ വലിയ അഴിമതിയിൽ കോൺഗ്രസ് മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് വയനാട് എന്ന് വരുമെന്ന് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. പിന്നെ ശ്രീ നിയാസ്, താങ്കൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു കോഴ വാങ്ങാത്തവർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും താങ്കളൊക്കെ കൃത്യമായിട്ട് ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരല്ലേ. ഇവിടെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാനത്തിന്റെ ഭരണം കയ്യിലുള്ളതിന്റെ പേരില് അവര് വാങ്ങിക്കൂട്ടുന്ന കോഴകളുടെയും അതുമായി തന്നെ സ്വജനപക്ഷപാതപരമായ നിയമനത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ എന്ത് പറഞ്ഞിട്ടാണ് നിൽക്കാറുള്ളത്? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവരല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്താണ് താങ്കൾ എന്ത് പറയുന്നത്? കോഴ വാങ്ങാത്തവർ ആരാണുള്ളത് എന്ന് ചോദിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിന്റെ അപച്യുതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ പരാജയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിക്ക് തന്റെ അല്പം നമ്മൾ പറയില്ലേ കൃത്യമായിട്ടുള്ള ബുദ്ധിമാന്യമുള്ള ഒരു മകനുമായിട്ട് ഇനി ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ പോകുന്നതോടൊപ്പം തന്നെ ഈ മകനെയും കൂട്ടിക്കൊണ്ടു പോകണം, കാരണം പിന്നീട് അവൻ കുടുംബത്തിന് ഭാരമാകരുത് എന്ന നിലയ്ക്ക് ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കോൺഗ്രസ് നേതൃത്വത്തിനാണ്. മാത്രവുമല്ല, ഇന്ന് ഈ ഇദ്ദേഹത്തിന്റെ മരിക്കാത്ത മകൻ, ഈ വിജയന്റെ മരിക്കാത്ത മകൻ ഇന്ന് വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വിഷയത്തോടുള്ള സമീപനത്തിൽ അങ്ങേയറ്റം ഞങ്ങൾക്ക് ഖേദമുണ്ട്, ഇത്തരത്തിലല്ല അദ്ദേഹം പ്രതികരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക ശ്രീ നിയാസ്, ഇവിടെ താങ്കളെ ചൂണ്ടിയിട്ട് സംസാരിക്കുന്നത് ഇവിടെ താങ്കളാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഏറെ താമസിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന ഈ സമയത്ത് കൃത്യമായ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ അറിയാവുന്ന CPM ഇത് ചൂഷണം ചെയ്തുകൊണ്ട് കോൺഗ്രസിന് വയനാട്ടിലുള്ള ആധിപത്യത്തിന്റെ വലിയൊരു ഭാഗം തകർക്കാൻ ഈ ഒരു വിഷയം ഉപകരിക്കും എന്ന് അറിഞ്ഞുകൊണ്ടെങ്കിലും KPCC പ്രസിഡന്റ് സുധാകരൻ ഈ വിവരം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യും മുമ്പ് ഇതിനൊരു നടപടി എടുക്കേണ്ടതായിരുന്നു. ഇത് സുധാകരൻ അറിഞ്ഞിട്ടില്ല, സതീശൻ അറിഞ്ഞിട്ടില്ല, ഉപസമുദ്ര ചെയർമാനായിട്ടുള്ള തിരുവഞ്ചൂർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേവല കപട നാടകമാണ്. ചില വലിയ വലിയ സത്യങ്ങൾ ഒളിഞ്ഞു നോക്കുമ്പോൾ അതിനെ വിരലിൽ വെച്ച് അടക്കാൻ ശ്രമിക്കരുത്. അത് അങ്ങേയറ്റം തെറ്റാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ല. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഇദ്ദേഹത്തിന്റെ മരണശേഷം പുറത്തുവിടുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അങ്ങേയറ്റം സ്തബ്ധരാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി വേണം താങ്കളെ പോലെ സത്യസന്ധമായിട്ട് ചാനൽ ചർച്ചകളിൽ കാര്യങ്ങൾ പറയുന്നവർ ഇത്തരം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ട് സംസാരിക്കുമ്പോൾ പറയണമെന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വിഷയത്തിലെ
IC ബാലകൃഷ്ണൻ പൂർണ്ണമായിട്ടും കുറ്റക്കാരനാണ് എന്ന് വരുത്തുമാറുള്ള ഒരു കത്ത് കയ്യിലുള്ളപ്പോ അവിടെ IC ബാലകൃഷ്ണൻ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെടുത്തും വരെ അദ്ദേഹം, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരു ജനപ്രതിനിധിയായിരിക്കാൻ യോഗ്യനല്ല. ധാർമ്മികത ഒന്നുണ്ടെങ്കിൽ ഈ KPCCയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അപ്പച്ചനും ഈ MLA സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹവും മാറി നിന്നുകൊണ്ട് ഇതിനൊരു അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നീലിമ, നമുക്കിവിടെ സമാധാനിക്കാനുള്ളത് ഇതിന്റെ അന്വേഷണം നടത്തുന്നത് കേരള പോലീസാണ്, LDF ആണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകാതെ വളഞ്ഞ വഴിക്ക് കൊണ്ടുപോയിട്ടാണെങ്കിലും ഇതിലത്തെ ഇന്ന് കൈ കഴുകി നിൽക്കുന്ന എല്ലാ നേതാക്കളും കുറ്റക്കാരാണെങ്കിൽ അവരുടെ പേരുകളെങ്കിലും പുറത്തു വരുമെന്ന് നമുക്ക് സമാശ്വസിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് അവരുടെ ഒരു ഇരട്ടത്താപ്പ് വളരെ കൃത്യമായി ആ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി CPM നീങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം വരാൻ പോകുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്, തൊട്ടുപുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. ശ്രീ PM നിയാസ്, NM വിജയത്തിൻ്റെ മരണത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ബന്ധുക്കൾ രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ടായി. കുടുംബ പ്രശ്നം കൊണ്ടാണ് ഇത്തരത്തിൽ വിജയേട്ടൻ മരിക്കാനിടയായത് എന്നുള്ള തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അത്തരത്തിലൊരു വിമർശനമൊക്കെ ഉയരുന്നൊരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ രംഗത്ത് വന്നു, പ്രത്യേകിച്ച് മൂത്ത മകൻ രംഗത്ത് വന്നു. അന്തവും കുന്തവും ഇല്ലാത്ത ഒരു കുടുംബം എന്നാണ് K. സുധാകരൻ ഈ കുടുംബത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ട വിജയേട്ടൻ്റെ കുടുംബത്തെ വിശേഷിപ്പിച്ചത്. ഇതൊക്കെ ശരിയായിരുന്നോ? നോക്കൂ, താങ്കൾ പറഞ്ഞൊരു കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇപ്പോൾ താങ്കൾക്കറിയാം, ഇവിടെ മരണത്തിന് ശേഷം അദ്ദേഹം KPCC പ്രസിഡന്റിന് കൊടുത്ത, പ്രതിപക്ഷ നേതാവിന് കൊടുത്ത കത്ത് പുറത്തു വന്നിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. ആ മറുപടി ഞാൻ വേണം താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. ആ മറുപടി താങ്കൾ നോക്കണം. കത്ത്, ആ കത്തിൽ ഒരു സ്ഥലത്ത് പോലും ഇതിനു മുമ്പ് ഞാൻ താങ്കൾക്കോ അല്ലെങ്കിൽ താങ്കളുടെ മുൻഗാമിക്കോ ഈ കാര്യങ്ങൾ പറഞ്ഞ് കത്ത് കൊടുത്തു എന്ന് അദ്ദേഹം ഇതിൽ പരാമർശിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത്, താങ്കൾ നേരത്തെ അത്ര ആധികാരികമായി 2019 മുതൽ ഇത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾ ഏതോ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഈ ഇത്രയും നീണ്ട കത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് താങ്കൾക്കോ താങ്കളുടെ മുൻഗാമികൾക്കോ ഞാൻ കത്ത് കൊടുത്തിരുന്നു, അത് ഒന്നും പരിഗണിച്ചില്ല എന്നൊരു വാക്കുണ്ടാവണം. ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം അവരുടെ കുടുംബത്തെ സംബന്ധിച്ചാണ്. ആ കുടുംബം ഇന്നലെ KPCCയുടെ രാഷ്ട്രീയ ഡിസിപ്ലിനറി കമ്മിറ്റി ചെയർമാൻ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അവിടെ പോയി. അവർ പത്രങ്ങളെ കണ്ടതാണല്ലോ ഇന്നലെ. പ്രതീക്ഷയുണ്ട്, KPCC തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമെന്നും ആ തീരുമാനത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, പാർട്ടിയിൽ വിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJPയിൽ വിശ്വാസമുണ്ടെന്നല്ല പറഞ്ഞത്, CPMൽ വിശ്വാസമുണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെ താങ്കൾ ആലോചിക്കണം. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, താങ്കളുടെ പാർട്ടിയിലെ പ്രിന്റ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിലൊന്നും ഒളിക്കാനില്ല. പ്രിന്റു താങ്കളെ പാർട്ടിയെ പോലെ ആരെങ്കിലും സുഖിപ്പിക്കാനോ വെളുപ്പിക്കാനോ ഇല്ല. അതുകൊണ്ടാണല്ലോ കോടിക്കണക്കിന് രൂപ സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിൽ വന്ന പണം ഒളിപ്പിക്കാൻ വേണ്ടി ഓഫീസ് സെക്രട്ടറിയെ കൊണ്ട് ഇല്ലാക്കഥകൾ പറയിപ്പിച്ചതൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ടാണല്ലോ കൊടകര സംഭവത്തിൽ, അതുപോലെ കാസർഗോഡ് കൈക്കൂലി കൊടുത്ത കേസിലൊക്കെ ഒരുപാട് ഒളിപ്പിക്കലും പിടിപ്പിക്കലും ഡീലിങ്സ് ഒക്കെ നടന്നല്ലോ. ഞങ്ങൾക്ക് ഇതിലൊന്നുമില്ല. എന്താണ് നടന്നത് എന്ന് അന്വേഷിക്കാൻ പാർട്ടിക്ക് പരാതി കിട്ടിയപ്പോൾ പരാതി അന്വേഷിക്കുന്നു. അതിലെ വസ്തുതകൾ ഹരിദാസൻ പറയുന്നത് മുൻവിധിയ. എന്താ പറയുന്നത്? ഇതിലൊന്നും തീരുമാനമുണ്ടാകുന്നില്ല. MK ഹരിദാസ് ഞങ്ങളുടെ പാർട്ടിയിൽ മുൻ ട്രഷറർ. അപ്പോൾ ഇദ്ദേഹം മരിച്ചത് ഒരു ട്രഷറാണ്. അതിൻ്റെ മുൻ ട്രഷറർ KK ഗോപിനാഥൻ, അദ്ദേഹം ബാങ്കിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്ന വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത്. അതേപോലെ ഒരു ബാങ്കിന്റെ, ഈ അർബൻ ബാങ്കിന്റെ തൊട്ട് മുമ്പ് അർബൻ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സണ്ണി, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ പാർട്ടി ഇതുപോലെ അന്ന് DCC 3 DCC ഭാരവാഹികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വെള്ളപൂശുന്നത്. പിന്നെ പ്രിന്റുവിന്റെ വർത്താനം പെട്ടാൽ വിചാരിക്കും ലോകത്ത് ഒരു അഴിമതിയും നടക്കാത്തവരാണ് BJPക്കാർ. ഞാൻ അഴിമതിയുടെ കഥ ഒന്നും ഇപ്പൊ പറയുന്നില്ല. അത് ഒന്നും രണ്ടുമല്ല. അത് കോർപ്പറേറ്റ് നിയമമാരായ ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഒറ്റ കാര്യം. എങ്ങനെയാണ് NM വിജയന്റെ വീട് ജപ്തി ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഒറ്റ മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. ശ്രീ നിയാസ്, അങ്ങ് ഇത്രയും പറഞ്ഞല്ലോ. ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ, ഒരു സിമ്പിൾ ചോദ്യം. ശ്രീ നിയാസ്,
ഒരു സിമ്പിൾ ചോദ്യമാണ്. എങ്ങനെയാണ് NM വിജയൻ ഇത്ര വലിയ കടക്കാരനായത്? അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യേണ്ട സാഹചര്യം ഉണ്ട്. വലിയ തോതിൽ 65 ലക്ഷം രൂപയുടെ ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അതെങ്ങനെ ഉണ്ടായി എന്ന് അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചതിന് കൃത്യമായി മറുപടി പറയാം. അതിനു മുമ്പ് ഞാൻ തുടങ്ങി വെച്ച ഒറ്റ കാര്യം, MK ഹരിദാസ് ഒരു കാര്യം പറഞ്ഞു, കോഴ വാങ്ങാത്തവർ ആരാണ് എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചിട്ടില്ല. കോഴ വാങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ചോദിച്ചിട്ടേ ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് ആരെങ്കിലും പറയുകയുണ്ടായി. ശ്രീ PM നിയാസ്, ഇപ്പോൾ കോഴ വാങ്ങാത്തത് ആരാണ് ഇവിടെ ഉള്ളത് എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ചു. പറയരുത് പ്ലീസ്. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ താങ്കളുടെ വീഡിയോ ഒന്നുകൂടി കാണിച്ചാൽ ഞാൻ ബോധ്യപ്പെടാം. ചർച്ചയ്ക്ക് ശേഷം ഞാൻ കട്ട് ചെയ്ത് അങ്ങേക്ക് തന്നെ ഇട്ടുതരാം. നമ്മൾ യൂട്യൂബിൽ അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പബ്ലിക് ഡൊമൈൻ കാണട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞത് നിഷേധിക്കുന്ന ആളാണ് എന്ന് പബ്ലിക് ഡൊമൈനിൽ കാണട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ചോദ്യത്തിനൊന്നും മറുപടി പറയൂ. എങ്ങനെയാണ് ഇദ്ദേഹം 65 ലക്ഷം രൂപയുടെ കടക്കാരനായത്? വീട് ജപ്തി ചെയ്യപ്പെടേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായി? അതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഞങ്ങളുടെ സബ് കമ്മിറ്റി അക്കാര്യത്തിൽ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞല്ലോ. ഇന്ന് പ്രതിപക്ഷ നേതാവ് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്, താങ്കൾ ചോദിച്ച അതേ ചോദ്യം, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത വന്നത്? അതിന്റെ കാരണക്കാർ പാർട്ടിയാണോ? ഇനി പാർട്ടി അല്ലെങ്കിലും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ആരെങ്കിലും ആണോ ആ കടബാധ്യത വരാനുള്ള കാരണമുണ്ടായത്? എങ്കിൽ ആ ഉത്തരവാദിത്വം കൂടി പാർട്ടി ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങളുടെ നേതാക്കന്മാർ അത് കൃത്യമായി പത്രങ്ങളിലൂടെ, നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്. അതാണ് താങ്കൾ വീണ്ടും ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും, പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ കാരണമാണ് ആ കുടുംബത്തിന് ഈ ബാധ്യത വന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ കേസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും. ആ കുടുംബം പുറത്തുവിട്ട ചില കണക്കുകളുണ്ട്, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സഹകരണ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഞാൻ എടുത്തു പറയുകയാണ്. സിജോ ചാക്കോ മേപ്പാടി 10 ലക്ഷം രൂപ, ഐബിൻ VC പൂമല 20 ലക്ഷം രൂപ, വിഷ്ണു KR 20 ലക്ഷം രൂപ, ജിതിൻ 20 ലക്ഷം രൂപ, ഒരു MR എടക്കൽ 20 ലക്ഷം രൂപ, നിത്യ, വിഷ്ണു 8 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, ഇങ്ങനെ 1,18 ലക്ഷം രൂപയുടെ ബാധ്യത IC ബാലകൃഷ്ണൻ എന്ന പേര് മുൻനിർത്തിക്കൊണ്ട് പലരിൽ നിന്നായി NM വിജയൻ സമാഹരിച്ചു. 1,18 ലക്ഷം രൂപ. ഇത് ഇന്നോ ഇന്നലെയോ അല്ല, ഇത് വർഷങ്ങളായി തുടരുന്ന സഹകരണ മേഖലയിൽ നിങ്ങൾ തുടരുന്ന വലിയൊരു കൊള്ളയുടെ ചില കണക്കുകളാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അദ്ദേഹം മരിക്കാതെ എന്താണ് അദ്ദേഹത്തിന് മുമ്പിൽ മറ്റൊരു വഴി ഉണ്ടായിരുന്നത്? നിങ്ങൾ കൈയൊഴിഞ്ഞില്ലേ? ഒരു മിനിറ്റ് നിലിമ, ഈ താങ്കൾ പറഞ്ഞ മുഴുവൻ പേരുകളും ഞങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ്. താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, പക്ഷേ ഇപ്പോഴാണെങ്കിൽ പോലും ആ മുഴുവൻ പരാതിക്കാരെയും നേരിട്ട് കണ്ട് അതിന് നിജസ്ഥിതി ബോധ്യപ്പെട്ട് ആരാണ് ഇതിൻ്റെ പിന്നിൽ, ആരാണ് ഇതിൻ്റെയൊക്കെ പിറകിലുള്ളത്, മുന്നിലുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് അതിൽ എന്തെല്ലാമാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുക അത് ഞങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയാൻ കേരളത്തിലെ മറ്റൊരു പാർട്ടി മുന്നോട്ട് പോയിട്ടു? ഹരിദാസൻ MK ഹരിദാസൻ ഒരു കാര്യം പറയണം. അങ്ങ് പറഞ്ഞതുപോലെയല്ല, ഞങ്ങൾ വളരെ വ്യക്തമായി ഹരിദാസ് പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പേരുകാരെയും ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. അവരെ കയ്യിലുള്ള രേഖകളും അവരുടെ മൊഴികളും ഞങ്ങൾ എടുക്കുകയാണ്. ആ എടുത്തിട്ട് അതിന് നിജസ്ഥിതി ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ബോധ്യപ്പെട്ട് മുന്നോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം കൂടി താങ്കളോട് പറയട്ടെ, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റായി സുധാകരൻ വന്ന ശേഷം എടുത്ത തീരുമാനം, ഈ ഒരു തരത്തിലുള്ള നിയമനത്തിലും പണം വാങ്ങുവാൻ ഞങ്ങൾക്ക് ഒരു അനുവാദവും ഞങ്ങൾ ഒരാൾക്കും കൊടുക്കാറില്ല. പിന്നെ അവിടെ വന്ന തീരുമാനം അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഞാനും കേട്ടിട്ടുണ്ട്. ആ തീരുമാനം ഈ സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് അത് BJPയിൽ നിന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടി പണം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അത് അന്നത്തെ DCC പ്രസിഡന്റ്മാർക്ക് അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ അത് കൊടുക്കുവാൻ പാർട്ടി ബാധ്യതപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന് ഞങ്ങൾക്ക് സംശയമില്ല.
അത് കടമായ പൈസയല്ല, അത് ചെലവഴിച്ച പൈസയാണ്. ഈ ഉപസമിതിയുടെ സന്ദർശനമൊക്കെ ഒരു മാസം മുമ്പായിരുന്നെങ്കിൽ വിലപ്പെട്ട 2 ജീവനുകൾ പിടിച്ചു നിർത്താമായിരുന്നു. അവർ ഈ ലോകം വിട്ട് പോകില്ലായിരുന്നു.